പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. എന്റെ മുമ്പിലുള്ളത് മറ്റാരുമല്ല, രേണുസുതിയാണ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ സുധിച്ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ആൾക്കാർക്ക് അറിയാം. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വാക്കിനെ മാനിച്ചാണ് ഞാൻ ഇതുവരെ ആയിട്ടും അത് പുറത്ത് പറയാതെ. ആൾക്ക് പോലും താല്പര്യമില്ല അങ്ങനെ. എന്താ ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. ആൾക്ക് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. ആളുടെ പേര് അതാണ്. ഞാൻ ഇനിയും പറയാണ്, സ്റ്റാർ മാജിക് ഷോയിൽ ഞാനത് പറയാൻ വേണ്ടി വന്നപ്പോൾ സുധിച്ചേട്ടനാണ് വിലക്കിയത്. പറയണ്ട, അതൊരു ഭയങ്കര വെടിയാണ്. അത് വേണ്ട. അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും ഒരു ബന്ധമില്ല, ആൾക്കും ഒരു ബന്ധമില്ല. കഴിഞ്ഞ കാര്യമാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ചേച്ചിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു മാസം. അച്ഛനോട് കള്ളം പറഞ്ഞു പോയി. ഇപ്പോഴാണ് പറയാം, കാരണം ആരോപണങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അതുവരെ എന്റെ ഹസ്ബൻഡിന്റെ വാക്കിനെ മാനിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. മതി മതി മതി, വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് അത് ക്ലാരിഫിക്കേഷൻ നടത്തുക? അത് വലിയ താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന പെന്തിക്കോസ് രീതിയിലുള്ള കുടുംബത്തിന്റെ കുടുംബത്തിനല്ല, അയൽപക്കംകാര് കൊണ്ടുവന്നൊരു ആലോചന. നമുക്കന്ന് വേണ്ട, ഒരു താല്പര്യം ഇല്ലാതെ. അതിപ്പോ ചേട്ടായി നമ്പർ മറക്കണ്ട, ഞങ്ങൾ ചോറ് തന്നെയാ. എന്താ പറയാ, ഏതൊരു വേർപിരിയലിന്റെയും ഭാഗമായിട്ട് വേർപിരിഞ്ഞു ഒന്നുമില്ല, പോയി. അത് വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അല്ലെ? അതല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളൊരു പള്ളിയിൽ വിവാഹം ചെയ്ത നമ്മള് രജിസ്റ്റർ മാരേജ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം, ഭാര്യയും ഭർത്താവും. പക്ഷെ അതുപോലും ഇല്ല. പിന്നീട് ചേച്ചി ശ്രദ്ധിച്ചിരുന്നു അതിന്റെ അകത്ത് മറ്റൊരു വിവാദം ഉണ്ടായത് എന്താണെന്ന് ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? ചേച്ചി വയറ് കാണിച്ച് വേണേ ഞാൻ ഇനിയും അഭിനയിക്കും എന്ന് പറഞ്ഞു ചേച്ചി. അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും ആണ്. അതിനുശേഷം ചേച്ചി ക്ലിയർ ആൻഡ് കട്ടായിട്ട് വയറ് കാണിച്ചൊരു ഫോട്ടോ ഇടുകയും അത്തരത്തിലുള്ള അതിന്റെ അടിയിലൊക്കെ എനിക്കൊന്ന് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. സ്വാഭാവികം. അതിനെ എങ്ങനെയാണ് ഇപ്പൊ നോക്കി കാണുന്നത്? എന്റെ ജോലിയുടെ ഭാഗമാണത്. എനിക്ക് എന്റേതായിട്ടുള്ള രീതി കംഫോർട്ടബിൾ അനുസരിച്ച് എന്റെ വയറ് കാണിക്കുന്ന അവസരം വന്ന് ഇനിയും ഞാൻ കാണിക്കും. അതേ പറയുന്നത്. ജോലിയുടെ ഭാഗമാണ്. ഞാനിപ്പോ മോഡലും കൂടെ ആയതുകൊണ്ട്. ജോലിയുടെ ഭാഗമാണ്. ഞാനിപ്പോ മോഡലും കൂടെ ആയതുകൊണ്ട്. അതുപോലെ ചേച്ചി, നമ്മുടെ ഇന്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ഒരു വ്യക്തി എന്നെ ബന്ധപ്പെടുകയുണ്ടായി. വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? എനിക്കറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞ പോലും അറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കള്ളമല്ലേ ചേച്ചി? അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരെ നേരിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ആ സ്ത്രീയെ ചേച്ചിക്ക് അറിയില്ല. അത് തന്നെയാണ് ചേച്ചിയുടെ ഉത്തരവ്. അറിയത്തില്ല, അവരെ നേരിട്ട് എനിക്ക് അറിയില്ല. ഒരു കാരണവശാലും അറിയില്ല. എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിലൊക്കെ അയച്ചിട്ടുണ്ട് അവര്. അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന സുധിച്ചേട്ടന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയെ അറിയത്തില്ല എന്നാണ്. ഞാൻ പൂർത്തീകരിച്ചോട്ടെ. അറിയത്തില്ല എന്നാണ് ചേച്ചി പറഞ്ഞ. ക്ലിയർ ആൻഡ് കട്ടോടെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനല്ല അയച്ചത്, എനിക്ക് അയച്ചേക്കുവാണ് മെസ്സഞ്ചറിൽ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.